പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഷെക്കിന അമേരിക്കാസിൻ്റെ വചന ശുശ്രൂഷയിലേക്ക് എല്ലാവരെയും ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ പെന്തക്കോസ്ത് തിരുനാൾ ആഘോഷിച്ചു. അതിനെ തുടർന്ന് പരിശുദ്ധ തൃത്വത്തിൻ്റെ ഞായർ, അത് കഴിഞ്ഞുള്ള ഞായറാഴ്ച നമ്മൾ ആഘോഷിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ നിറവിലായിരിക്കാൻ, പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ കൊണ്ട് നിറഞ്ഞു ജീവിക്കാൻ നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു സമയമാണല്ലോ ഇത്. തൃത്വത്തിൻ്റെ കൂട്ടായ്മയിൽ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യുന്നു. വിശ്വാസ പ്രമാണം ചൊല്ലുമ്പോൾ നമ്മൾ ഏറ്റുചൊല്ലുന്ന ഒരു വിശ്വാസ സത്യമാണ്, പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. നമുക്കറിയാം, പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ്, പരിശുദ്ധ റൂഹ തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം. പക്ഷെ പരിശുദ്ധാത്മാവിനെ ചിലപ്പോഴൊക്കെ നമ്മളൊരു ശക്തിയായിട്ട് മാത്രം കാണുന്ന ഒരു പ്രവണത ചിലപ്പോഴൊക്കെ ഉണ്ട്. അതിന് കാരണമുണ്ട്. പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ യേശുവിൻ്റെ മേൽ ഇറങ്ങി വന്നു, അഗ്നിനാവുകളുടെ രൂപത്തിൽ അപ്പോസ്തലന്മാരുടെ മേൽ ഇറങ്ങി വന്നു എന്നൊക്കെ ബൈബിളിൽ നമ്മൾ വായിക്കുമ്പോൾ ചിലപ്പോൾ പരിശുദ്ധാത്മാവിനെ നമുക്കൊരു വ്യക്തിയായി കാണാനായിട്ട് സാധിക്കാറുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. ആ പേര് തന്നെ ചിലപ്പോൾ അങ്ങനെ ഒരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ നമ്മിൽ വരുത്തും. പിതാവ് അതൊരു വ്യക്തിയാണ്, നമുക്കറിയാം. അപ്പൻ, ഡാഡ്. പുത്രൻ, സൺ, അതൊരു വ്യക്തിയാണ്. പരിശുദ്ധ ആത്മാവ്, സ്പിരിറ്റ് തന്നെ ഒരു വ്യക്തിയായിട്ട് കാണാൻ ചിലപ്പോൾ നമ്മുടെ മാനുഷിക ബുദ്ധിയിൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് തോന്നാം. പക്ഷേ പരിശുദ്ധാത്മാവ് ഒരു ശക്തി മാത്രമല്ല. പരിശുദ്ധാത്മ എപ്പോഴും ശക്തിയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. പക്ഷെ പരിശുദ്ധാത്മാവ് ശക്തിയേക്കാൾ ഉപരി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി, തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയായി നമുക്ക് പൂർണ്ണമായിട്ടും മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? പരിശുദ്ധാത്മാവിൻ്റെ ഒരു വ്യക്തിയായി ആരാധിക്കാനും സ്നേഹിക്കാനും സാധിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിൻ്റെ വരദാന ഫലങ്ങളെ കൊണ്ട് നിറയപ്പെടാൻ നമുക്ക് സാധിക്കുക. ഇനി പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ് എന്നതിന് നമുക്ക് വചനത്തിൽ നമുക്ക് തെളിവുകളുണ്ടോ? വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ടൊന്ന് പരിശ്രമിക്കാം. വചനം കൃത്യമായിട്ട് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. എവിടെയാണ് നമുക്കത് കാണാനായിട്ട് സാധിക്കുക? കാരണം പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്നാണ് വചനം വിശേഷിപ്പിക്കുക. പരിശുദ്ധാത്മാവിനെ ഒരു വക്കീലായി, അഡ്വക്കേറ്റായി വിശുദ്ധ ഗ്രന്ഥം, സഹായകനായി വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുന്നുണ്ട്. സുവിശേഷത്തിൽ നമുക്ക് കാണാം. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനം, അതേ സുവിശേഷം 16-ാം അധ്യായം 7-ാം തിരുവചനം, 14-ാം അധ്യായം 15-ാം തിരുവചനം, 14-ാം അധ്യായം 26-ാം തിരുവചനം. ഈ ഭാഗങ്ങളൊക്കെ പരിശുദ്ധാത്മാവ് സഹായകനാണ്, ഒരു വ്യക്തിയാണ് എന്ന് വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്ന സുവിശേഷ ഭാഗങ്ങളാണ്. ഒരു വചനഭാഗം മാത്രം നമുക്കൊന്ന് വായിക്കാം. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 26-ാം തിരുവചനം. ഞാൻ പിതാവിൻ്റെ അടുത്ത് നിന്ന് അയക്കുന്ന സഹായകൻ, പിതാവിൽ നിന്ന് പുറപ്പെടുന്ന ആ സത്യാത്മാവ് വരുമ്പോൾ അവൻ എന്നെക്കുറിച്ച് സാക്ഷ്യം നൽകും. ഇവിടെ പരിശുദ്ധാത്മാവിനെ സഹായകനായി, ഒരു വ്യക്തിയായി വചനം കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞ മറ്റ് 3 ഭാഗങ്ങളും കൃത്യമായി പരിശുദ്ധാത്മാവ് ഒരു സഹായകനാണ്, വ്യക്തിയാണ് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവിനെ വിശുദ്ധ ഗ്രന്ഥം വിശേഷിപ്പിക്കുക ഒരു സഹായകൻ ആയിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് പരിശുദ്ധാത്മാവിനെ ശക്തിയായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുക. അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരാളാണ്, നമ്മെ സഹായിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. സഭ പഠിപ്പിക്കുന്നത് നമുക്കറിയാം, പരിശുദ്ധാത്മാവ് തൃത്വത്തിലെ മൂന്നാമത്തെ വ്യക്തിയാണ്. പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് സ്നേഹിക്കാൻ നമുക്ക് പരിശ്രമിക്കാം, വ്യക്തിയായി കണ്ട് ആരാധിക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ഇനി പരിശുദ്ധാത്മാവിനെ എന്തുകൊണ്ടാണ് സഹായകൻ എന്ന് വചനം വിശേഷിപ്പിക്കുക
എന്തുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായകനെന്ന് സഭ പഠിപ്പിക്കുക? മറ്റൊരു തരത്തിൽ ചോദിച്ചാൽ, ഈ പരിശുദ്ധാത്മാവിനെ നമ്മുടെ വ്യക്തി ജീവിതത്തിൽ എങ്ങനെ സഹായകനാക്കി മാറ്റാൻ നമുക്ക് സാധിക്കും? അതാണ് ഈ സമയം നമ്മൾ ധ്യാനിക്കാനായിട്ട് പോവുക. തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിട്ടുള്ളത് നമ്മുടെ സഹായകനായിട്ടാണ്, നമ്മെ ശക്തിപ്പെടുത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും പരിശുദ്ധാത്മാവിനെ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഒരു സഹായകനായി നമുക്ക് ഉപയോഗപ്പെടുത്താൻ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിപ്പെടുത്തൽ സ്വീകരിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിനുള്ള മാർഗങ്ങൾ ഏതാണെന്ന് ഈ അല്പസമയം നമുക്കൊന്ന് ധ്യാനിക്കാം. ഒന്നാമതായിട്ട് പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള കാരണം, പരിശുദ്ധാത്മാവ് ദൈവഹിതം വെളിപ്പെടുത്തി കിട്ടാൻ നമ്മെ സഹായിക്കുന്നു. അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ഹോളി സ്പിരിറ്റ് റിവീൽസ് ദ വിൽ ഓഫ് ഗോഡ് ടു അസ്. നമ്മുടെ ജീവിതത്തിൽ നമുക്കറിയാം, പലപ്പോഴും നമ്മളൊരു കൺഫ്യൂഷൻ അനുഭവിക്കുക. ചില കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ, ഉത്തരവാദിത്തപ്പെട്ട തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമ്പോൾ, ഇത് ദൈവഹിതമാണോ അതോ ദൈവഹിതത്തിനെതിരാണോ എന്നുള്ളത് നമുക്കൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ദൈവഹിതം ഏതാണെന്ന് കൃത്യമായി നമുക്ക് വെളിപ്പെടുത്തി കിട്ടിയാൽ നമ്മുടെ കാര്യങ്ങൾ ഭയങ്കര ഈസിയായി. പിന്നെ നമുക്ക് ജീവിതത്തിൽ ടെൻഷൻ അടിക്കേണ്ട ആവശ്യം ഇല്ല. അപ്പൊ എങ്ങനെയാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കി കിട്ടുക? നമ്മൾ സ്വർഗസ്നായ പിതാവ് പ്രാർത്ഥിക്കുമ്പോൾ പോലും നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണല്ലോ: അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. തിരുമനസ്, വിൽ ഓഫ് ഗാഡ്. അപ്പൊ ദൈവഹിതം, വിൽ ഓഫ് ഗാഡ് നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കി കിട്ടിയാൽ നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് മാറും. അപ്പൊ പരിശുദ്ധാത്മാവാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നത്. വചനത്തിൽ എവിടെയാണ് ഇത് നമ്മെ പഠിപ്പിക്കുന്നത്? നമുക്കറിയാം, പഴയ നിയമത്തിലെ ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. എല്ലാ ദിവസവും ഈ അധ്യായം വായിച്ച് പ്രാർത്ഥിച്ച് ജ്ഞാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒത്തിരി നന്നായിരിക്കും. വലിയ കൃപകൾ കൊണ്ട് ദൈവം നമ്മെ നിറയ്ക്കും. ഈ അധ്യായം ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള പ്രാർത്ഥനയാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 8-ാം തിരുവചനം, അതുപോലെ 17-ാം തിരുവചനം ദൈവഹിതം എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പെടുത്തി തരുന്നത് എന്ന് നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 10-ാം തിരുവചനം: വിശുദ്ധ സ്വർഗത്തിൽ നിന്ന്, അങ്ങയുടെ മഹത്വത്തിന്റെ സിംഹാസനത്തിൽ നിന്ന് ജ്ഞാനത്തെ അയച്ചു തരണമേ. അവൾ എന്നോടൊത്ത് വസിക്കുകയും അധ്വാനിക്കുകയും ചെയ്യട്ടെ. അങ്ങനെ അങ്ങയുടെ ഹിതം ഞാൻ മനസ്സിലാക്കട്ടെ. അപ്പൊ പരിശുദ്ധാത്മാവ് വരുമ്പോഴാണ്, പരിശുദ്ധാത്മാവിനെ നിറയുമ്പോഴാണ് ദൈവഹിതം നമുക്ക് മനസ്സിലാക്കാനായി സാധിക്കുക എന്ന് ഈ വചനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അടുത്തതായിട്ട് 9-ാം അധ്യായം തന്നെ, ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം തന്നെ 17-ാം തിരുവചനം വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്: അങ്ങ് ജ്ഞാനത്തെയും അങ്ങയുടെ പരിശുദ്ധാത്മാവിനെയും ഉന്നതത്തിൽ നിന്ന് നൽകിയില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ആര് അറിയും? ഈ വചനഭാഗം നമ്മെ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവാണ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരിക. അപ്പൊ പരിശുദ്ധാത്മാവിനെ സഹായകനെന്ന് വിശേഷിപ്പിക്കാനുള്ള ആദ്യത്തെ കാരണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ദൈവഹിതം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. ദൈവഹിതം നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം വളരെ സ്മൂത്തായിട്ട് പോകും. നമ്മുടെ ജീവിതത്തിൽ ശാന്തിയും സമാധാനവും അനുഭവിക്കാനായിട്ട് നമുക്ക് സാധിക്കും. പരിശുദ്ധാത്മാവിനെ സഹായകനെന്ന് വിശേഷിപ്പിക്കാനുള്ള രണ്ടാമത്തെ കാരണം ഞാൻ പറഞ്ഞു, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് ക്രമം നൽകുന്നു. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യം ഇപ്രകാരം നമ്മെ പഠിപ്പിക്കുന്നു: ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം സ്വാധീനം ചെലുത്തുന്നു, അവളെല്ലാം ഭംഗിയായി ക്രമപ്പെടുത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നു: ആദ്യ ദൈവം ആകാശം ഭൂമി സൃഷ്ടിച്ചു. ഭൂമി രൂപരഹിതവും ശൂന്യവുമായിരുന്നു. ആഴത്തിന് മുകളിൽ അന്ധകാരം വ്യാപിച്ചിരുന്നു. ദൈവത്തിന്റെ ചൈതന്യം വെള്ളത്തിന് മീതെ ചലിച്ചുകൊണ്ടിരുന്നു. ദൈവം അരുളി ചെയ്തു, വെളിച്ചം ഉണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ജ്ഞാനത്തിന്റെ പുസ്തകം 8-ാം അധ്യായം 1-ാം വാക്യ പ്രകാരമാണ് പറയുക, ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ജ്ഞാനം, പരിശുദ്ധാത്മാവ് സ്വാധീനം ചെലുത്തുന്നു. പരിശുദ്ധാത്മാവ് എല്ലാം ഭംഗിയായി ക്രമപ്പെടുത്തുന്നു. ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം അതിനോട് ചേർന്ന് നമ്മൾ വായിക്കണം. ആദിയില് രൂപരഹിതവും ശൂന്യവുമായിരുന്നു, ഒന്നുമില്ലാത്തൊരവസ്ഥ. പക്ഷെ വചനം പറയുകയാണ്, വെള്ളത്തിന് മുകളിൽ ദൈവത്തിന്റെ ചൈതന്യം, സ്പിരിറ്റ്, പരിശുദ്ധാത്മാവ് വ്യാപിച്ചിരുന്നു.
പിന്നീട് അവിടുന്ന് സൃഷ്ടികർമ്മം തുടങ്ങുകയാണ്. ശൂന്യമായ സ്ഥലത്ത് സൃഷ്ടികർമ്മം അവിടെ നടക്കുകയാണ്. ദൈവം പറയാൻ ഉണ്ടാകട്ടെ, വെളിച്ചമുണ്ടാകുന്നു, മനുഷ്യ ജീവജാലങ്ങൾ ഉണ്ടാകുന്നു, ദൈവം സൃഷ്ടികർമ്മം നടത്തുകയാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിന് ഒരു ക്രമം നൽകുന്നത് പരിശുദ്ധാത്മാവാണ്. നമ്മുടെ ജീവിതത്തിൽ ചിലപ്പോൾ ക്രമമില്ലാത്ത അവസ്ഥകളിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ടാകാം. ചിലപ്പോൾ സമയം ഫലപ്രദമായിട്ട് ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, ഒന്നിനും ഒരു താല്പര്യമില്ലാത്ത ഒരവസ്ഥ, സാമ്പത്തിക രംഗം ക്രമമായിട്ട് പോകുന്നില്ലായിരിക്കാം, അസ്വസ്ഥതകൾ ഉണ്ടാകാം, ബന്ധങ്ങളിൽ ക്രമമില്ലാത്തൊരവസ്ഥ നമുക്കുണ്ടാകാം, നമ്മുടെ ആരോഗ്യം അതിൽ അസ്വസ്ഥതകൾ നമുക്കുണ്ടാകാം. ക്രമമില്ലാത്ത അവസ്ഥ എവിടെയുണ്ടോ അവിടേക്ക് ഒരു ക്രമം, ഒരു ഓർഡർ കൊണ്ടുവരുന്നത് പരിശുദ്ധാത്മാവാണ്. പരിശുദ്ധാത്മാവ് ഇപ്പോഴും നവീകരിക്കും, ക്രമം ഉണ്ടാക്കി തരും. പക്ഷേ നമ്മളൊരു നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സമയം നമുക്കറിയാം ദൈവത്തിൻ്റെ ദാനമാണ്. സമയം ഫലപ്രദമായി ഉപയോഗിക്കുക എന്നുള്ളത് അത് നമ്മുടെ ഒരു കടമയാണ്. ഇന്ന് പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ മുമ്പിലൊക്കെ നമ്മളിരുന്ന് നമ്മുടെ സമയം ചുമ്മാ നമ്മൾ വേസ്റ്റാക്കി കളയുന്നുണ്ടെങ്കിൽ ജീവിതത്തിൽ നമ്മുടെ ഉദ്ദേശങ്ങൾ, നമ്മുടെ പ്ലാനുകൾ, സ്വപ്നങ്ങൾ അതൊക്കെ നമുക്ക് പൂവണിയിക്കാൻ, ഫലപ്രദമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ല, അതൊരു ഡിസോർഡറായിട്ട് പോകുന്നുണ്ടെങ്കിൽ, സ്നേഹമുള്ളവരെ, ഡിസോർഡർ എവിടെയുണ്ടോ അത് പലതരത്തിലായിരിക്കാം. സമയത്തിന്റെ കാര്യത്തിൽ മാത്രമല്ല, ബന്ധങ്ങളിലായിരിക്കാം, ആരോഗ്യത്തിലായിരിക്കാം, സാമ്പത്തിക മേഖലയിലായിരിക്കാം, പല വിധത്തിൽ പല മേഖലകളിലാകാം. എവിടെയൊക്കെ ഡിസോർഡർ ഉണ്ടോ അവിടെയൊക്കെ ഓർഡർ കൊണ്ടുവരാൻ, ക്രമം കൊണ്ടുവരാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് നമ്മൾ വിളിക്കുക. പരിശുദ്ധാത്മാവിനെ സഹായൻ എന്ന് വിശേഷിപ്പിക്കാനുള്ള മൂന്നാമത്തെ കാരണം ഇതാണ്. പരിശുദ്ധാത്മാവ് നമ്മുടെ പാതകൾ നേരെയാക്കി തരുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യുന്നു. പാതകൾ നേരെയാക്കി പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമ്മുടെ പാതകൾ നേരെയാക്കുന്നത്? ചിലപ്പോൾ നമുക്കറിയാം, നമ്മൾ അനുദിന ജീവിതത്തിൽ നമുക്കറിയാം, നമ്മൾ കടന്നു പോകുന്ന വഴികൾ ചിലപ്പോൾ ശരിയല്ലായിരിക്കാം, നമ്മുടെ ചിന്താരീതികൾ ശരിയല്ലായിരിക്കാം. നമ്മൾ മണ്ണിൽ നിന്ന് സൃഷ്ടിക്കപ്പെട്ടവരാണ്. പാപത്തിനോട് പലപ്പോഴും നമുക്ക് ഇൻക്ലിനേഷൻ, ചായ്വുണ്ട്, പ്രലോഭനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചുറ്റുപാടുണ്ട്. മീഡിയാസ് നമ്മുടെ മുമ്പിൽ പല കാര്യങ്ങൾ അവതരിപ്പിക്കുന്നു. നമ്മുടെ കണ്ണിനെ വേണ്ട വിധത്തിൽ നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്നുണ്ടോ? ജഡത്തിൻ്റെ ആസക്തികൾ ചിലപ്പോൾ നമ്മെ അസ്വസ്ഥപ്പെടുത്തുന്നുണ്ടാകാം. അപ്പൊ നമ്മുടെ പാതകൾ നേരെയല്ലെങ്കിൽ ഈ പരിശുദ്ധാത്മാവാണ് നമ്മുടെ പാതകൾ നേരെയാക്കി നമ്മെ ഗൈഡ് ചെയ്ത് നമ്മെ രക്ഷപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണ്. എവിടെയാണ് നമുക്കിത് കാണാനായിട്ട് സാധിക്കുക? വചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ജ്ഞാനത്തിന്റെ പുസ്തകം 9-ാം അധ്യായം 18-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ജ്ഞാനം ഭൂവാസികളുടെ പാത നേരെയാക്കി, അങ്ങേക്ക് പ്രസാദമുള്ളവ അവരെ പഠിപ്പിച്ചു, അവർ രക്ഷിക്കപ്പെടുകയും ചെയ്തു. അപ്പൊ ജ്ഞാനം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവാണ്. കാരണം പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങളിൽ ഒന്നാണ് ജ്ഞാനം, നമുക്കറിയാം. അപ്പൊ പരിശുദ്ധാത്മാവ് ഭൂവാസികളുടെ പാത നേരെയാക്കുന്നു. അപ്പൊ നമ്മുടെ പാതകൾ ശരിയല്ലെങ്കിൽ, തെറ്റാണെങ്കിൽ, തെറ്റായ വഴിയിലൂടെയാണ് നമ്മൾ പോകുന്നതെങ്കിൽ നമ്മുടെ പാതകൾ നേരെയാക്കുന്നത് പരിശുദ്ധാത്മാവാണ്. അത് മാത്രമല്ല, ദൈവത്തിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നു, എന്നിട്ട് നമ്മെ രക്ഷിക്കുകയും ചെയ്യുന്നു. ഇനി എവിടെയാണ് ഇതേ ആശയം നമുക്ക് വചനത്തിൽ കാണാനായിട്ട് സാധിക്കുക? യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 8-ാം തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോഴാണ് നമുക്ക് പാപത്തെക്കുറിച്ച്, നീതിയെക്കുറിച്ച്, ന്യായവിധി, അന്ത്യവിധിയെക്കുറിച്ചൊക്കെ കൃത്യമായ ബോധ്യം നമുക്ക് തരിക പരിശുദ്ധാത്മാവാണ്. അപ്പൊ നമ്മൾ പോകുന്ന വഴികൾ ശരിയല്ലെങ്കിൽ, മോളെ നീ പോകുന്ന വഴി ശരിയല്ല, നീ ചെയ്ത് ശരിയായില്ല, നീ ഈ വഴിയിൽ നിന്ന് മാറണം, ഇതാണ് വഴി, ഇതിലേക്ക് പോവുക എന്ന് പറഞ്ഞ് നമ്മെ പഠിപ്പിക്കുന്നത്, ശരിയായ വഴി കാണിച്ചു തന്ന നമ്മെ രക്ഷിക്കുന്നത് പരിശുദ്ധാത്മാവാണെന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധാത്മാവ് നമ്മെ രക്ഷിക്കും, നമ്മുടെ പാതകൾ നേരെയാക്കും എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിശേഷിപ്പിക്കാനുള്ള 4-ാമത്തെ കാരണം എന്ന് പറയുന്നത്, പരിശുദ്ധാത്മാവ് ശരിയായ അറിവ് നമുക്ക് നൽകും. പരിശുദ്ധാത്മാവ്, ഹോളി സ്പിരിറ്റ് ഗിവ്സ് നോളജ് ടു us. നമുക്കറിയാം, നമുക്ക് ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ അറിവ് നമുക്ക് ആവശ്യമാണ്. ഓരോ കാലഘട്ടത്തിനനുസരിച്ച് അറിവുകൾ നമ്മൾ നേടണം. നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറണം, അറിവ് നമുക്കുണ്ടാകണം, നമ്മൾ എക്സ്പേർട്ടായിട്ട് മാറണം. അപ്പോഴാണ് ഈ ലോകത്തിൽ നമുക്ക് നിലനിൽക്കാനായിട്ട് നമുക്ക് സാധിക്കുക. അതിപ്പോൾ ജോലിയിലാകാം, നഴ്സാകാം, ഡോക്ടറാകാം, ടീച്ചറാകാം, കൃഷിയാകാം, നൂതന അറിവുകൾ, നൂതന സാങ്കേതിക വിദ്യകൾ
പലതരത്തിലുള്ള അറിവുകൾ നമ്മൾ സ്വന്തമാക്കേണ്ടി വരും. അത് വിദ്യാഭ്യാസത്തിൻ്റെ മേഖലയിൽ മാത്രമല്ല, വിവേകം, പ്രൂഡൻസ്, അത് നമുക്ക് ആവശ്യമാണ്. നമ്മളൊരു തീരുമാനം എടുക്കുമ്പോൾ തെറ്റായി പോകാതെ പ്രാവിൻ്റെ നിഷ്കളങ്കതയോടെ സർപ്പത്തിൻ്റെ വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാനായിട്ട് നമുക്ക് സാധിക്കണം. അതിന് നമ്മെ സഹായിക്കുക യഥാർത്ഥ അറിവ് നമുക്ക് നൽകുക, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുക സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവാണ്. അത് നമുക്ക് എവിടെയാണ് കാണാനായിട്ട് സാധിക്കുക? ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 8-ാം തിരുവചനം, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം, യെശയ്യാ പ്രവാചന പുസ്തകം 11-ാം അധ്യായം 2-ാം തിരുവചനം. ഈ വചനഭാഗങ്ങൾ കൃത്യമായിട്ട് നമ്മെ പഠിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് യഥാർത്ഥത്തിലുള്ള അറിവ് തരുന്നു. യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 13-ാം തിരുവചനം. അപ്പൊ പരിശുദ്ധാത്മാവ് നമുക്ക് അറിവ് നൽകുന്നു, ബോധ്യങ്ങൾ നൽകുന്നു, നമ്മെ പഠിപ്പിക്കുന്നു. ഇനി അത് മാത്രമല്ല, പരിശുദ്ധാത്മാവ് ചെയ്യുന്ന മറ്റൊരു കാര്യം, പല കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മെ ഓർമ്മപ്പെടുത്തും. നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്താണ്? പല കാര്യങ്ങളും നമ്മൾ മറന്നു പോവുകയാണ്. പരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ച കാര്യം മറന്നുപോയാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. അത് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഓർക്കേണ്ട പല കാര്യങ്ങൾ നമ്മളിന്ന് മറന്നു പോവുകയാണ്. അത് ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അസ്വസ്ഥതകളുണ്ട്, പല പ്രശ്നങ്ങൾ, ഈവൻ ബന്ധങ്ങളിൽ പോലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് നമ്മൾ പല കാര്യങ്ങളും മറന്നു പോകുന്നത് കൊണ്ടാണ്. പറയേണ്ട കാര്യങ്ങൾ, ചെയ്യേണ്ട കാര്യങ്ങൾ അത് നമ്മൾ ചെയ്യാതെയാകുമ്പോൾ, പറയാതെയാകുമ്പോൾ അവിടെ അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണ്. അപ്പൊ ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ കൃത്യസമയത്ത് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് സ്നേഹമുള്ളവരെ പരിശുദ്ധാത്മാവാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 26-ാം തിരുവചനം ഇപ്രകാരമാണ് നമ്മളോട് പറയുന്നത്: എന്നാൽ എൻ്റെ നാമത്തിൽ പിതാവ് അയക്കുന്ന സഹായകനായ പരിശുദ്ധാത്മാവ് എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കുകയും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ അനുസ്മരിപ്പിക്കുകയും ചെയ്യും. ആ പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുക മാത്രമല്ല, ബോധ്യങ്ങൾ നൽകുക മാത്രമല്ല, പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിക്കും. പരിശുദ്ധാത്മാവ് നമ്മെ റിമൈൻഡ് ചെയ്യും. പരിശുദ്ധാത്മാവ് ഒരു റിമൈൻഡർ കൂടിയാണ്. ചെയ്യേണ്ട കാര്യങ്ങൾ, പറയേണ്ട കാര്യങ്ങൾ തക്ക സമയത്ത് നമ്മെ ഓർമ്മിപ്പിച്ചു തരുന്നത് പരിശുദ്ധാത്മാവാണ്. ഒപ്പം യഥാർത്ഥത്തിലുള്ള അറിവ്, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിക്കുന്നത് പരിശുദ്ധാത്മാവാണ്. വിവേകം നമുക്ക് തരുന്നത് പരിശുദ്ധാത്മാവാണ്. അങ്ങനെ പരിശുദ്ധാത്മാവ് അറിവ് നൽകിക്കൊണ്ട്, സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നമ്മെ നയിച്ചുകൊണ്ട്, പല കാര്യങ്ങളും നമ്മെ ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ സഹായകനായിട്ട് മാറും. നമ്മുടെ ജീവിതത്തിൽ ഓർമ്മക്കുറവുള്ളവർ, പല കാര്യം ചെയ്യേണ്ട കാര്യമൊക്കെ നമ്മൾ മറന്നു പോകുന്നവർ, യഥാർത്ഥത്തിൽ നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ അത്ര എക്സ്പെർട്ട് അല്ലെങ്കിൽ, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് പറ്റുന്നില്ലെങ്കിൽ, പരിശുദ്ധാത്മാവിനോട് നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങൾ കൊണ്ട് നമ്മൾ നിറയുമ്പോൾ ശരിയായ തീരുമാനങ്ങൾ, വിവേകത്തോടെ തീരുമാനങ്ങൾ എടുക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജോലി മേഖലയിൽ നമ്മൾ അറിവുള്ളവരായിട്ട് മാറും. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാൻ, പറയേണ്ട കാര്യങ്ങൾ പറയാനും നമുക്ക് തക്ക സമയത്ത് സാധിക്കും. ഇനി പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിശേഷിപ്പിക്കാനുള്ള 5-ാമത്തെ കാരണം, പരിശുദ്ധാത്മാവ് അസാധ്യമായ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കി തരും. ഇമ്പോസിബിൾ തിങ്സ് നമ്മുടെ ജീവിതത്തിൽ പോസിബിളായിട്ട് മാറും. അതെവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? മിസ്റ്റർ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് നമുക്കറിയാം. ദൈവദൂതൻ ഗബ്രിയേൽ പരിശുദ്ധാമ്മയോട് പറയുകയാണ്, നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും. പരിശുദ്ധാമ്മ ചോദിക്കുന്നുണ്ട്, ഞാൻ പുരുഷനെ അറിയുന്നില്ല, എൻ്റെ വിവാഹം കഴിഞ്ഞിട്ടില്ല, ഞാൻ പുരുഷനെ അറിഞ്ഞിട്ടില്ല, പിന്നെ എങ്ങനെയാണ് ഒരു പുരുഷനിൽ നിന്നല്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക? അപ്പൊ ദൂതൻ പറയുന്ന വാക്യപ്രകാരമാണ്, നീ സംശയിക്കേണ്ട. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 35-ാം തിരുവചനം, പരിശുദ്ധാത്മാവ് നിന്റെ മേൽ വരും, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ ആവസിക്കും. അപ്പൊ ഇമ്പോസിബിൾ ആണ്. നമുക്കറിയാം, ഒരു പുരുഷനിൽ നിന്നല്ലാതെ ഒരു സ്ത്രീ ഗർഭം ധരിക്കുക എന്നുള്ളത് ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതവിടെ പോസിബിൾ ആയിട്ട് മാറുകയാണ് എപ്പോൾ? പരിശുദ്ധാത്മാവ് വന്ന് നിറയുമ്പോൾ. അതുപോലെ സക്കറിയ, പഴയ നിയമത്തിലെ സക്കറിയ പ്രവാചന പുസ്തകം 4-ാം അധ്യായം 6-ാം തിരുവചനം, അത് ഇപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുക: സൈന്യത്താലും കരബലത്താലുമല്ല, എൻ്റെ ആത്മാവിനാലാണ്. പ്രത്യേകിച്ച് നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങൾ, അത് ഏത് മേഖലയിലാകാം, ആത്മീയ മേഖലയിലാകാം, നമ്മുടെ ഭൗതിക മേഖലയിലാകാം, തടസ്സങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ തടസ്സങ്ങൾ മാറാനായിട്ട് ശക്തമായിട്ട് വീഴുന്ന ഡെലിവറൻസിനുള്ള ഒരു ശക്തമായൊരു വചനമാണ് സക്രിയ 4:6. സൈന്യത്താലും കരബലത്താലും അല്ല, എൻ്റെ ആത്മാവിനാലാണ്. നമ്മുടെ ജീവിതത്തിൽ മലകൾ മാറിപ്പോകണമെങ്കിൽ അത് സാധിക്കുക പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾ പ്രാർത്ഥിക്കണം. ജീവിതത്തിൽ നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന പല കാര്യങ്ങളും പോസിബിളാക്കി
പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ മാറ്റിത്തരും. വചനം നമുക്ക് കൃത്യമായിട്ട് ആ വാഗ്ദാനം പ്രോമിസ് നൽകുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ നമുക്ക് ഇമ്പോസിബിൾ തിങ്സ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇമ്പോസിബിൾ എന്ന് കരുതുന്ന കാര്യങ്ങൾ അത് പോസിബിളാക്കി മാറ്റാൻ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കും. പരിശുദ്ധാത്മാവിനെ സഹായകനെന്ന് വിശേഷിപ്പിക്കാനുള്ള ആറാമത്തെ കാരണമെന്ന് പറയുന്നത് പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തും. ഹോളി സ്പിരിറ്റ് സ്ട്രെങ്തൻസ് അസ്. പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ശക്തി നൽകും. അതെവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം 8-ാം തിരുവചനം. ഞാൻ നേരത്തെ പറഞ്ഞ വചനമാണ്. ആക്ട്സ് ചാപ്റ്റർ 1:8. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും എന്ന് പറയാണ്. നിങ്ങൾ ഭൂമിയുടെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ എനിക്ക് സാക്ഷികളായി മാറുകയും ചെയ്യും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മൾ ശക്തി പ്രാപിക്കും. എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനം ഇതേ ആശയം തന്നെ കൃത്യമായിട്ട് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. എഫേസൂസ് 3:16. അവിടുത്തെ മഹത്വത്തിന്റെ സമ്പന്നത യോജിച്ച വിധം അവിടുന്ന് തന്റെ ആത്മാവിലൂടെ നിങ്ങളുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തണമെന്നും വിശ്വാസം വഴി ക്രിസ്തു നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കണമെന്നും നിങ്ങൾ സ്നേഹത്തിൽ വേരുപാകി അടിയുറയ്ക്കണമെന്നും ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പൊ സ്നേഹമുള്ളവരെ, നമ്മുടെ ആന്തരിക മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് പരിശുദ്ധാത്മാവാണെന്ന് പൗലോസ് ശ്ലീഹ എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം 16-ാം തിരുവചനത്തിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ഇതേ ആശയം തന്നെ പരിശുദ്ധാത്മാവ് എങ്ങനെയാണ് നമ്മെ സഹായിക്കുന്നത് എന്ന് പഴയ നിയമത്തില് ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം നമുക്ക് വെളിപ്പെടുത്തി തരുന്നുണ്ട്. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാം തിരുവചനം. അന്നിങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേലെ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റം ജോയേൽ പ്രവാചകൻ 2:28 നമ്മോട് പറയുകയാണ്. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, വൃദ്ധന്മാർക്ക് പോലും സ്വപ്നങ്ങൾ ഉണ്ടാകും, യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുമെന്ന് ഈ വചനഭാഗം നമുക്ക് ഉറപ്പു തരികയാണ്. ഇനി പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിശേഷിപ്പിക്കാനുള്ള 7-ാമത്തെ കാരണം എന്താണ്? പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നുണ്ട്. അതെവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? റോമക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം അത് നമ്മെ കൃത്യമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം. വേണ്ടവിധം പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയും നമുക്ക് അറിഞ്ഞുകൂടാ, എന്നാൽ അവാച്യമായ നെടുവീർപ്പുകളാൽ ആത്മാവ് തന്നെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുക മാത്രമല്ല, നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കൂടി ചെയ്യുന്നുണ്ടെന്ന വചനം നമുക്ക് ഉറപ്പു തരികയാണ്. നമുക്ക് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ അറിയില്ല. നമുക്ക് ചിലപ്പോൾ പള്ളിയിൽ പോയിരുന്ന അല്ലെങ്കിൽ എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നമുക്കറിയില്ല. പക്ഷെ വചനം നമുക്ക് വാഗ്ദാനം തരികയാണ്, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കുന്നു. ഇനി പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിശേഷിപ്പിക്കാനുള്ള 8-ാമത്തെ കാരണം ഇതാണ്. പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകുന്നു. ഹോളി സ്പിരിറ്റ് ഈസ് അവർ കംഫർട്ടർ. പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുന്നു. എങ്ങനെയാണ് പരിശുദ്ധാത്മാവ് നമുക്ക് സഹായകനായിട്ട് മാറുന്നത്? അത് നമ്മൾ പല വചനഭാഗങ്ങൾ ആദ്യം നമ്മൾ കണ്ടു. എങ്കിൽ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം വീണ്ടും നമ്മോട് പറയുകയാണ്, നമ്മുടെ ബലഹീനതയിൽ ആത്മാവ് നമ്മെ സഹായിക്കുന്നു. അപ്പൊ നമ്മൾ ബലഹീനരായിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മെ സഹായിക്കുമെന്ന് വചനഭാഗം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 26-ാം തിരുവചനം നമുക്ക് ഉറപ്പു തരികയാണ്. അതുപോലെ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ നമുക്കിത് കാണാം. ഇപ്രകാരമാണ് നമ്മോട് പറയുക, ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോട് കൂടെ ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. അപ്പൊ എന്നേക്കും നമ്മുടെ കൂടെ ആയിരിക്കാനാണ് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിയിട്ടുള്ളത്. അപ്പൊ പരിശുദ്ധാത്മാവ് ഈസ് വിത്ത് അസ്. അതുകൊണ്ടാണ് സഹായകൻ, ഹെൽപ്പർ, സെർവൻ എന്ന് പരിശുദ്ധാത്മാവിനെ വിശേഷിപ്പിക്കുക. എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നു. പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകിക്കൊണ്ടിരിക്കും. കൂടെയായിരുന്നു. നമുക്കറിയാലോ, നമുക്കൊരു വിഷമം വരുമ്പോൾ നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്തൊരു ആശ്വാസമാണ്. വിഷമസന്ധിയിൽ, പ്രതിസന്ധിയിൽ നമ്മുടെ കൂടെ ഒരാൾ ഉണ്ടാവുക എന്നുള്ളത് നമുക്ക് ആശ്വാസം നൽകുന്ന ഒരു കാര്യമാണ്. വചനം നമുക്ക് ഉറപ്പു തരികയാണ്, പരിശുദ്ധാത്മാവ് എന്നേക്കും നമ്മുടെ കൂടെ ഉണ്ട്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം
16 തിരുവചനം. ഇനി പരിശുദ്ധാത്മാവിനെ സഹായം എന്ന് വിശേഷിപ്പിക്കാനുള്ള 9ാമത്തെ കാരണം, സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നു. ഇതെവിടെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക? എസേക്കിയേൽ പ്രവാചന പുസ്തകം 37 അധ്യായം 9 തിരുവചനം, അതുപോലെ 14 തിരുവചനം കൃത്യമായിട്ട് നമ്മെ അത് പഠിപ്പിക്കുന്നുണ്ട്. എസേക്കിയേൽ പ്രവാചന പുസ്തകം 37 തിരുവചനം നമുക്കറിയാം, അത് അസ്ഥികളുടെ താഴ്വരയെക്കുറിച്ചുള്ള ഭാഗമാണ്. അവിടെ അസ്ഥികൾക്ക് ജീവൻ നൽകുന്ന ഭാഗമാണ്. അവിടെ പരിശുദ്ധാത്മാവിന് ജീവശ്വാസത്തെ അസ്ഥികളിലേക്ക് ഊതുന്നു, എന്നിട്ട് അവർക്ക് ജീവൻ നൽകുകയാണ്. ജീവശ്വാസമേ, ഈ 4 വായുക്കളിൽ നിന്ന് വന്ന് ഈ നിഹിതന്മാരുടെ മേൽ വീശുക, അവർക്ക് ജീവൻ ഉണ്ടാകട്ടെ. അവിടുന്ന് കൽപ്പിച്ചതുപോലെ ഞാൻ പ്രവചിച്ചു, അപ്പോൾ ജീവശ്വാസം അവരിൽ പ്രവേശിച്ചു, അവർ ജീവൻ പ്രാപിച്ചു. 14 തിരുവചനം പ്രകാരം പറയുന്നു, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളെ നിവേശിപ്പിക്കും, നിങ്ങൾ ജീവിക്കും. അപ്പൊ പരിശുദ്ധാത്മാവ്, സ്നേഹമുള്ളവരെ, നമുക്ക് ജീവൻ തരുന്നു. അതുപോലെ റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8 അധ്യായം 11 തിരുവചനം നമ്മളോട് പറയുക ഇപ്രകാരമാണ്, യേശുക്രിസ്തുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ച അതേ ആത്മാവ് നിങ്ങൾക്കും ജീവൻ പ്രദാനം ചെയ്യും. അപ്പൊ സ്നേഹമുള്ളവരെ, പെന്തക്കോസ്ത് തിരുനാളിന് ശേഷമുള്ള, പരിശുദ്ധ തൃത്വത്തിന്റെ തിരുനാൾ ആഘോഷിച്ചതിന് ശേഷമുള്ള ഈ കാലയളവിൽ നമ്മുടെ വ്യക്തിപരമായ പ്രാർത്ഥനയിലൊക്കെ പരിശുദ്ധാത്മാവിനെ ഒരു വ്യക്തിയായി കണ്ട് ആരാധിക്കാൻ, സ്നേഹിക്കാൻ നമുക്ക് സാധിക്കണം. പരിശുദ്ധാത്മാവിനെ ഒരു സഹായകനായിട്ടാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെയുണ്ട്. പരിശുദ്ധാത്മാവിനെ സഹായകൻ എന്ന് പറയാനുള്ള കാരണം, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിലെ എത്തരം സാഹചര്യങ്ങളിൽ, ഏതൊക്കെ സാഹചര്യങ്ങളിൽ സഹായകനായി മാറുന്നു എന്ന് ഞാൻ പറഞ്ഞു. 1, പരിശുദ്ധാത്മാവ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. 2, പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിന് ക്രമം നൽകുന്നു. 3, നമ്മുടെ പാതകൾ തെറ്റാണെങ്കിൽ അത് നേരെയാക്കി നമ്മെ രക്ഷപ്പെടുത്തുന്നു. 4, ശരിയായ അറിവ് നമുക്ക് നൽകുന്നു. 5, നമ്മുടെ ജീവിതത്തിൽ അസാധ്യമായ കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് സാധ്യമാക്കി തരുന്നു. 6, പരിശുദ്ധാത്മാവ് നമ്മെ ശക്തിപ്പെടുത്തുന്നു, നമ്മുടെ കുറവുകളിൽ നമ്മെ ശക്തിപ്പെടുത്തുന്നു. 7, പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. 8, പരിശുദ്ധാത്മാവ് നമുക്ക് ആശ്വാസം നൽകുന്നു. 9, പരിശുദ്ധാത്മാവ് നമുക്ക് ജീവൻ പ്രദാനം ചെയ്യുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ഏതെങ്കിലുമൊക്കെ സാഹചര്യങ്ങൾ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങളൊക്കെ ഏറ്റുപറഞ്ഞുകൊണ്ട് ക്ലെയിം ചെയ്ത് പ്രാപിച്ച് പരിശുദ്ധാത്മാവിനെ സഹായകനായി സ്വീകരിക്കാൻ, പരിശുദ്ധാത്മ ശക്തി സ്വീകരിക്കാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. നല്ലവനായ ദൈവം അതിന് നമ്മെ അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.